ഒരാൾ ചോദിച്ച ചോദ്യമാണ്. അദ്ദേഹം കുറച്ചു കാലമായിട്ട് ഒരു കൃഷ്ണന്റെ പ്രതിമ വെച്ച് പൂജിക്കുകയായിരുന്നു. അബദ്ധവശാൽ ഇപ്പോൾ അത് നിലത്ത് വീണിട്ട് എൻ്റെ വക്കിൽ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വളരെ സങ്കടം ഉണ്ടായി. അതിനേക്കാളേറെ ഒരു വ്യക്തി പറഞ്ഞു, ഇങ്ങനെ ഉടഞ്ഞ വിഗ്രഹങ്ങൾ, ചെറുതായിട്ട് വക്ക് പൊട്ടിയ വിഗ്രഹങ്ങളൊന്നും പിന്നീട് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. വീട്ടിലെ ചൈതന്യമൊക്കെ നഷ്ടപ്പെട്ടു, വീട്ടിലെ ഐശ്വര്യമൊക്കെ നഷ്ടപ്പെട്ടു പോകും, ഇത് ദേവതാ കോപത്തിന് കാരണമാകും എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് വലിയ സങ്കടമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമ്മളെപ്പോഴും ഉടഞ്ഞ വിഗ്രഹങ്ങളും കീറിയ ചിത്രങ്ങളും ഒന്നും പൂജയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല. അത് അവലക്ഷണമായിട്ടാണ് കരുതുന്നത്. എന്നാൽ നമ്മളൊരു പ്രതിമയോ മറ്റൊക്കെ ഉപയോഗിക്കും, ചിലപ്പോൾ അബദ്ധവശമൊക്കെ നിലത്തൊക്കെ വീഴും. അപ്പൊ ചെറിയ തരത്തിലുള്ള ചെറിയ കേടുപാടുകൾ, നമുക്ക് പരിഹരിച്ചു വെക്കാൻ പറ്റുന്ന ചില കേടുപാടുകളൊക്കെ ഉണ്ടായി വരും. കാര്യം ഇത് നിർമ്മിച്ചപ്പോഴും ചിലപ്പോൾ അതിന്റെ കൈയും കാലും എല്ലാം തന്നെ ഒട്ടിച്ച് ഏതോ ഒരു നിർമ്മാണ തൊഴിലാളി ചെയ്തതൊക്കെ തന്നെയായിരിക്കും. അപ്പൊ അതിൽ ആ ഒട്ടിപ്പ് ഒന്ന് അടർന്നു പോയാൽ നമുക്ക് തിരിച്ചത് പഴയതുപോലെ ഒട്ടിച്ചു വെച്ച ആ അംഗഭംഗം വേർപെടലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ അതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷേ വിലക്ഷണമായ രീതിയിൽ തകർന്നുപോയ ഒരു ചിത്രമോ അല്ലെങ്കിൽ പ്രതിമയോ ഒന്നും വെച്ച് നമുക്ക് പൂജിക്കാൻ പാടില്ല. അതിനെ നിമജ്ജനം ചെയ്യുക, പുഴയിലൊഴുക്കി വിടുക എന്നുള്ളതാണ് എൻ്റെ കാര്യം. ഇത് വിലക്ഷണമായി പോയിട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോഴേ നിങ്ങൾക്കൊരു അയ്യോ അതിൻ്റെ കൈ അറ്റുപോയല്ലോ, എൻ്റെ ശിരസിൽ മൊത്തം കേടുപാട് വന്നില്ല, കിരീടം ഉടഞ്ഞു പോയല്ലോ എന്നുള്ള രീതിയിൽ വളരെ തകരാറ് പറ്റിപ്പോയെങ്കിൽ നിങ്ങൾ മാറ്റുക. ചെറിയ രീതിയിൽ നമുക്ക് പരിഹരിച്ചു വയ്ക്കാം. ചെറിയൊരു ഒട്ടിപ്പ് എന്തെങ്കിലും ഗ്ലൂ ഒക്കെ ഉപയോഗിച്ച് ഒട്ടിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ അതിനെ നമുക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കേടുപാടുകൾ എത്രയുണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്. കേടുപറ്റിപ്പോയി പൂർണ്ണമായി ഭംഗപ്പെട്ടു പോയ ഒന്നിനെ, അതിനെ മുറിഞ്ഞു പോയ ഒന്നിനെയൊന്നും വെച്ച് പൂജിക്കരുത്. അല്ല ചെറിയ ചെറിയ കേടുപാടുകളൊക്കെ ആണെങ്കിൽ നമുക്കത് വെച്ച് പരിഹരിച്ച് നമുക്കതിനെ പ്രാർത്ഥനയിൽ പൂജാ സ്ഥാനത്തൊക്കെ ഉപയോഗിക്കാം. കാര്യം ഇതൊന്നും ആവാഹിക്കുന്നതല്ല, നമുക്ക് കാണാനൊരു കാഴ്ചയ്ക്കുള്ള രീതിയിലാണ് വയ്ക്കുന്നത്. വീടുകളിലെ പൂജാമുറികളിൽ ഒരു ക്ഷേത്രത്തിനുള്ളിലെ വിഗ്രഹത്തിനെ പോലെ അല്ല വീട്ടിൽ വയ്ക്കുന്ന ഒരു പ്രതിമയുടെ ആ തത്വമൊന്നും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ചെറിയ കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളതിനെ നമുക്ക് പരിഹരിക്കാം. എന്നാൽ ക്ഷേത്രത്തിനകത്താകുമ്പോൾ ഇത് വലിയ കാര്യമായി മാറുകയാണ്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു.